ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം. സങ്കീർത്തകൻ്റെ പുസ്തകത്തിൽ നിന്ന് 128 സങ്കീർത്തനം 3 വാക്യം. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് വ്യക്തിബന്ധങ്ങൾ, വ്യക്തിയുടെ ജീവിതത്തിലൊക്കെ തകർച്ചകൾ കടന്നു വരുവാൻ കാരണം കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുമ്പോഴാണ് വ്യക്തി തകർക്കപ്പെടുന്നത്. ദൈവദാസനായ തിയോഫിനച്ചൻ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ലോകമാകുന്ന മഹാസമുദ്രത്തിൽ കാറ്റും കോളും ഇളകി മനുഷ്യനെ അപകടപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ അവന് അഭയം കൊടുക്കുന്ന തുറമുഖമാണ് കുടുംബം. ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ അവന് അടുക്കുവാൻ, അവനെത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു തുറമുഖമായി അവൻ്റെ ഭവനം അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. കുടുംബജീവിതം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അമൂല്യമായ ദാനമാണ്. വ്യത്യസ്തങ്ങളായ വിളികൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുമ്പോൾ അവൻ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം നൽകിയ മഹത്തായ ഒരു ദാനമാണ് കുടുംബജീവിതം. മനുഷ്യൻ്റെ ഏകാന്തത മാറ്റുവാൻ കുടുംബത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അവൻ എവിടെയൊക്കെ പോയാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏകാന്തത മാറ്റുന്നത് കുടുംബത്തിൽ നിന്നാണ്. അത് ഏത് ജീവിതാന്തസ്സിലായാലും, ഏത് ജീവിതാന്തസ്സിനെയും ഒരു കുടുംബമായി കാണാൻ തക്ക വിധമുള്ള ഒരു ഉൾവെളിച്ചം ഈ വചനം തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോല് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുമ്പോൾ അത് കണ്ടെത്തുന്ന ഇടം കുടുംബം തന്നെ ആയിരിക്കണം. ഇന്ന് മനുഷ്യൻ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും കരുതലും സന്തോഷവും ഒക്കെ കുടുംബത്തിൽ ലഭിക്കാതെ വരുമ്പോൾ അവൻ ആ നഷ്ടപ്പെട്ടതിനെ തേടുന്നത് മറ്റ് പല ഭാഗങ്ങളിലുമാണ്. മദ്യത്തിൻ്റെ പിന്നാലെ പോകുന്നു, ജഡിക പാവങ്ങളുടെ പിന്നാലെ പോകുന്നു, തെറ്റായ സുഹൃത്ത് ബന്ധങ്ങളുടെ പിന്നാലെ പോകുന്നു, മയക്കുമരുന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അഡിഷൻസ്, മൊബൈലിൻ്റെ അഡിഷൻസ് ആവും, എന്തുമാകാം. പലതരത്തിലുള്ള തിന്മകളിൽ അവൻ അടിമപ്പെട്ട് ഈ സന്തോഷം തിരയുകയാണ്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഒരു സ്ട്രീറ്റിൽ, തെരുവിൽ ആ വിളക്കിൻ്റെ ചുവട്ടിൽ നിന്ന് എന്തോ പരതി അന്വേഷിക്കുകയാണ്. അപ്പോൾ നടന്നു പോകുന്നവരൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിയാണ് ഈ മനുഷ്യൻ എന്താണ് അന്വേഷിക്കുന്നത്. ആ സ്ട്രീറ്റിൽ ഇട്ടിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ അദ്ദേഹം ഇങ്ങനെ പലതും ഇങ്ങനെ നോക്കി നോക്കി തിരയുകയാണ്. പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലെ ആ ഭവനത്തിലെ താക്കോല് ഞാനിവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവരിൽ കൂടി വന്ന ആൾക്കാരിൽ ഒരാൾ ചോദിച്ചു, ഈ താക്കോല് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇവിടെ വെച്ച് തന്നെ നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, താക്കോല് നഷ്ടപ്പെട്ടത് വീട്ടിൽ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു. വീട്ടിൽ വെച്ചാണ് താക്കോല് നഷ്ടപ്പെട്ടത്. പക്ഷെ വീട് മുഴുവൻ ഇപ്പോൾ ഇരുട്ടായി കിടക്കുക, അവിടെ ലൈറ്റില്ല. വീട്ടിൽ ഇരുട്ടായതുകൊണ്ട് നഷ്ടപ്പെട്ട താക്കോല് വെളിച്ചമുള്ള ഈ സ്ഥലത്ത് ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും കുടുംബത്തെ മറന്ന് സന്തോഷവും സമാധാനവും ഇഷ്ടങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യനെ പോലെയാണ്. കുടുംബത്തിൽ നഷ്ടപ്പെട്ട ഇടത്ത് അത് കണ്ടെത്താതെ വേറെ സ്ഥലങ്ങളിൽ അവൻ തിരയുമ്പോൾ അതൊന്നും അനുഗ്രഹമായിട്ട് മാറുകയില്ല എന്ന് തിരിച്ചറിയണം. കുടുംബത്തിൽ കണ്ടെത്തേണ്ട സന്തോഷവും സമാധാനവും ആധുനിക മനുഷ്യൻ ഇന്ന് മദ്യത്തിലും ജഡികതയിലും സമ്പത്തിലും നിശാ ക്ലബ്ബുകളിലും അസന്മാർഗീയതയിലും സന്തോഷം തിരയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് അവൻ ഭവനത്തിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ സമയം പുറത്തായിരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നഷ്ടപ്പെട്ട സന്തോഷം ഒന്ന് തിരികെ പിടിക്കുവാൻ. പക്ഷേ എത്ര നാൾ അവൻ പുറമേ അന്വേഷിച്ചാലും കിട്ടുന്നതല്ല ഈ സന്തോഷമെന്ന് ആ വ്യക്തി തിരിച്ചറിയണം.
മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും ആസ്വദിച്ച് കണ്ടു വളരുന്ന മക്കളാണ് നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിലെ വൈകല്യങ്ങൾ, വ്യക്തിത്വത്തിലെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ വരുവാനായിട്ട് കാരണം കുടുംബത്തിലെ മാതാപിതാക്കൾ തമ്മിലുള്ള ആ സ്നേഹവും ഐക്യവും ഇന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കാരണം ഒരു പിതാവിന് തൻ്റെ മകന് കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അവൻ്റെ അമ്മയെ അപ്പൻ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മകൻ കാണണം, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് കണ്ട് വളരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ വ്യക്തിത്വത്തിന് നന്മകളുണ്ടാകും. അതുപോലെ തന്നെ ഒരു അമ്മയ്ക്ക് തൻ്റെ മകൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ല മാതൃക എന്ന് പറയുന്നത് ഈ അമ്മ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഈ മകൾ കാണണം. ഈ അമ്മ ഈ മകളുടെ അപ്പനെ സ്നേഹിക്കുന്നത് കണ്ടു വളരുമ്പോൾ ഈ മകളുടെ ജീവിതത്തിലെ വ്യക്തിത്വം നന്നായിട്ട് നന്മയിൽ വളരും. കാരണം അവരുടെ സ്നേഹവും അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹവും ലാളിത്യവും അവരുടെ കരുതലുമൊക്കെ കണ്ടു വളരുന്ന മക്കളാണ് നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളരുന്നത്. അത് നഷ്ടപ്പെടുമ്പോൾ അവിടെ അക്രമവും പ്രശ്നങ്ങളും വഴക്കുകളും അകൽച്ചകളും കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കൾ മാത്രമല്ല തകരുന്നത്, അവർ ജന്മം കൊടുത്ത മക്കൾ തന്നെയാണ്. ഇന്ന് മക്കളൊക്കെ വളരെ അസ്വസ്ഥതയിലും വീർപ്പുമുട്ടലിലുമാണ് ജീവിക്കുന്നത്. കാരണം അന്വേഷിക്കുമ്പോൾ എന്താണ്, ആ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവുമില്ല. ഒരു വീട്ടിലാണെങ്കിലും പരസ്പരം സംസാരമില്ല. ഒരു വീട്ടിലാണെങ്കിലും ഒന്നിച്ച് ഭക്ഷണമില്ല. ഇന്ന് ഒരു ഗ്യാരേജ് പോലെയാണ്, ചില ഭവനങ്ങൾ ഗ്യാരേജ് പോലെയാണ്. നമുക്കറിയാം, വണ്ടി കൊണ്ടിടുന്ന ഇടമാണ് ഗ്യാരേജ്. കാരണം ഈ വണ്ടി സർവീസിനൊക്കെ പോകും, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ട്രാൻസ്പോർട്ട് വണ്ടികൾ ഇങ്ങനെ ഓടിയിട്ട് അവസാനം ഗ്യാരേജിൽ കൊണ്ടിടുന്നത് പോലെയാണ് ചില മനുഷ്യരുടെ ജീവിതങ്ങൾ. അവരെങ്ങനെയാണ് പുറമേ ഇങ്ങനെ കറങ്ങി നടന്നെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് എന്താണ്, അവിടെ ഒരു ബന്ധമില്ല, വ്യക്തിബന്ധങ്ങളില്ല, സൗഹൃദങ്ങളില്ല, ഒരു ശ്മശാന മൂകത. അവനവിടെ വന്ന് ഭക്ഷണം കഴിക്കുവാനും ഉറങ്ങുവാനുമുള്ള ഒരിടമായി മാത്രം കുടുംബത്തെ കാണുന്ന അനേകർ ഇന്നുണ്ട്. ചിലരൊക്കെ എത്ര വൈകിയിട്ടും ഭവനത്തിലെത്തിച്ചേരാനായിട്ട് മടിക്കുന്നവരെ കാണാനായിട്ട് സാധിക്കും. മക്കളുടെ കൂടെ ഒന്നിരുന്ന് സംസാരിക്കുവാൻ, ജീവിത പങ്കാളിയുടെ കൂടെ ഇരുന്നൊന്ന് സംസാരിക്കുവാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ഇന്ന് വ്യക്തികൾ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ആ കുടുംബങ്ങൾ തകർച്ചയുടെ തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. പിതൃത്വം മഹത്വമേറിയതാണെന്നും മാതൃത്വം മാധുര്യമേറിയതാണെന്നും ജീവിത പങ്കാളികൾ തിരിച്ചറിയുമ്പോഴാണ് കുടുംബം അനുഗ്രഹമായിട്ട് മാറുന്നത്. പിതൃത്വം ഒരു മഹത്വമേറിയതാണെന്ന് തിരിച്ചറിയണം. ജന്മം കൊടുത്തിട്ട് അത് ഇവിടെ ഈ ലോകത്തിലുള്ള പക്ഷിമൃഗാദികൾ മറ്റുള്ളവർക്ക് ജന്മം കൊടുക്കുന്നത് പോലെയല്ല ഒരു മനുഷ്യൻ തൻ്റെ തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്നത്. ദൈവത്തോട് ചേർന്ന് ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ അത് മഹത്വമേറിയ ഒരു പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ഗൗരവമായിട്ട് ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ കഴിയണം. മാതൃത്വം എന്ന് പറയുന്നത് മാധുര്യമേറിയതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് യോഗ്യമായിട്ട് ജീവിക്കണം. അത് വിസ്മരിക്കുമ്പോഴാണ് പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും മഹനീയത, അത് വിസ്മരിക്കുമ്പോഴാണ് കുടുംബത്തിൽ തകർച്ചകളേറി വരുന്നത്. പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് പങ്കാളികൾ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരുന്നത്. ഇന്ന് വലിയ വലിയ കെട്ടിടത്തിൻ്റെ വലിപ്പവും മോടിയും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ആ മനോഹരതയും ഗൃഹാലങ്കാരമൊക്കെ നടത്തി പൂന്തോട്ടം ഉണ്ടാക്കുവാനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാനും ഒക്കെ അതിലൂടെ ഒരു സന്തുഷ്ട ഭവനം പടുത്തുയർത്താൻ സാധിക്കുമെന്ന് കരുതുന്ന മൂഢരായ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇന്ന് പലരും ഇതൊക്കെ നേടിയിട്ടും ആ കുടുംബങ്ങളിൽ സമാധാനമില്ല. ഭവനം എന്ന് പറയുന്നത് ചിലർക്ക് ഹോട്ടലായി ലോഡ്ജായൊക്കെ കരുതുന്നവരും കുടുംബജീവിതത്തിൽ നയിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും മാത്രമുള്ള ഒരിടമായി ഭവനത്തെ ചുരുക്കിക്കൊണ്ട് ഇന്ന് ഭവനത്തിൻ്റെ വിശുദ്ധി തകർക്കുന്ന വ്യക്തികളെയും കാണാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് കുടുംബത്തിലാണ്. കുടുംബത്തെ വളരെ ഗൗരവമായി എടുത്തില്ലെങ്കിൽ ആ വ്യക്തി തകർക്കപ്പെടുമെന്ന് തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് 7 കുടുംബവുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. അപ്പോഴാണ് ആ കുടുംബം അനുഗ്രഹമായിട്ട് മാറുന്നത്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും നീ ഏത് ജീവിത അന്തസ്സിലായാലും 7 കുടുംബങ്ങളെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. കുടുംബത്തിൻ്റെ 7 തരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. ഒന്നാമത് നിൻ്റെ വിളിയുടെ തന്നെ കുടുംബം. നീ ആയിരിക്കുന്ന ദൈവവിളിയുടെ ഒരു കുടുംബമുണ്ട്. കാരണം ഒരു യുവാവ് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദൈവവിളി തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു കുടുംബമായിട്ട് മാറുകയാണ്. അവൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ളൊരു കുടുംബം. ഒരു സമർപ്പിത ജീവിതം നയിക്കുവാൻ ഒരു വ്യക്തി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവൻ്റെ സന്യാസ ആ ഭവനം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കണം. അത് കഴിഞ്ഞ്
ഒരു വ്യക്തി തിരിച്ചറിയണം, അവൻ ഈ ഭൂമിയിൽ ജന്മം നൽകുവാൻ ദൈവം ഉപയോഗിച്ച അവൻ്റെ അപ്പൻ്റെ ഒരു കുടുംബമുണ്ട്. അപ്പൻ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട വസ്തുവല്ല, ഒറ്റപ്പെട്ട വ്യക്തിത്വമല്ല. അപ്പൻ്റേതായിട്ടുള്ളൊരു കുടുംബമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വ്യക്തി തിരിച്ചറിയണം, അവന് അപ്പൻ്റെ ഒരു കുടുംബമുണ്ട്. രണ്ടാമത്തെ കുടുംബം എന്ന് പറയുന്നത് അപ്പൻ്റെ കുടുംബമാണ്. മൂന്നാമത് വീണ്ടും കാണും ഒരമ്മയുടെ കുടുംബം. ഒരു വ്യക്തി ഈ ഭൂമിയിൽ കടന്നു വരുവാൻ ദൈവം ഒരു പുരുഷനെയും സ്ത്രീയെയും, രണ്ട് കുടുംബങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് ഈ വ്യക്തിയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവന് ധാർമ്മികമായ ഒരു ചുമതലയും ഉത്തരവാദിത്വമുണ്ട് അവൻ്റെ അപ്പൻ്റെ കുടുംബത്തോടും അവൻ്റെ അമ്മയുടെ കുടുംബത്തോടും. പിന്നെ മറ്റൊരു കുടുംബമെന്ന് പറയുന്നത് ഇടവകയാവുന്ന ഒരു കുടുംബം. കാരണം ഇടവക ഒരു കുടുംബമാണ്. വിശ്വാസത്തിൻ്റെ നല്ല പാഠങ്ങൾ, ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ, കൂദാശകളിലൂടെ അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുവാൻ അവർ വഹിച്ച പങ്കുണ്ട്. ഇടവകയാകുന്ന കുടുംബത്തോട് അവനൊരു ഉത്തരവാദിത്വവും ആ കുടുംബവുമായുള്ളൊരു ബന്ധം വേണം. ആ ബന്ധത്തെ മുറിച്ചു മാറ്റുമ്പോഴാണ് വ്യക്തി തകർക്കപ്പെടുന്നത്. മറ്റൊന്ന് അവൻ്റെ തൊഴിൽ മേഖലകളാവുന്ന കുടുംബം. ഒരു വ്യക്തി ഏത് മേഖലകളിലും, ചിലപ്പോൾ ശുശ്രൂഷ മേഖലയായിരിക്കാം, വ്യത്യസ്ത ദൈവവിളികളിലൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവരായിരിക്കുന്ന ശുശ്രൂഷ മേഖലകളെ അതൊരു കുടുംബമായി കാണാനായിട്ട് സാധിക്കണം. നീ ചെയ്യുന്ന തൊഴിൽ സ്ഥാപനം അതൊരു കുടുംബമാണ്. അവിടെ ജോലി ചെയ്യുന്നവരെയും അവിടെ ഉള്ള ബന്ധങ്ങളെയും ഒരു കുടുംബമായി കാണാൻ കഴിഞ്ഞാൽ നിനക്കവിടെ അനുഗ്രഹം രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. മറ്റൊന്ന്, നീ കേരള സഭയാകുന്ന ഒരു കുടുംബം, ഒരു വിശ്വാസം. അപ്പോൾ ഒരു രാജ്യത്തായിരിക്കുമ്പോൾ ആ രാജ്യം മുഴുവൻ ഒരു കുടുംബമാണെന്നുള്ള തിരിച്ചറിവ് വേണം. പിന്നെ ആഗോള സഭയാകുന്ന കുടുംബം. ഇങ്ങനെ 7 തലങ്ങളിലുള്ള കുടുംബങ്ങളെ നിൻ്റെ ജീവിതത്തിൽ വളരെ ഗൗരവമായി എടുക്കുകയാണെങ്കിൽ കുടുംബം അനുഗ്രഹമായിട്ട് മാറും. ഇവയിൽ ഏതെങ്കിലുമൊക്കെ നീ മുറിച്ചു മാറ്റുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് വൈകല്യങ്ങൾ കടന്നു വരും. വ്യക്തിയുടെ ജീവിതത്തിന് വൈകല്യങ്ങൾ കടന്നു വരാനായിട്ട് ഈ 7 കുടുംബങ്ങളെ ഗൗരവമായി എടുത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ അസമാധാനവും അസ്വസ്ഥതയും കടന്നു വരും. ഈ തിരുവചനത്തിൽ കുടുംബത്തെ അനുഗ്രഹമാക്കുവാൻ ഒരു വ്യക്തി എടുക്കേണ്ട ചില നിലപാടുകൾ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത്, ഇന്ന് കുടുംബങ്ങൾ തകരാനായിട്ടുള്ള ഒരു കാരണം പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്നില്ല, സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബം അനുഗ്രഹമായിട്ട് മാറുന്നത്. നിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള നിരന്തരമായ സംസർഗവും അതുപോലെ തന്നെ ചില വസ്തുക്കളുടെ നിരന്തരമായ ഉപയോഗവുമൊക്കെ ഉള്ളു തുറന്ന് സംസാരിക്കുവാനായിട്ട് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ? ഇന്ന് ഒരു കുടുംബത്തിലാണെങ്കിലും ഒന്നിച്ച് സംസാരമില്ല, എല്ലാം ഫോൺ കോളാണ്. അടുത്ത മുറിയിൽ നിന്ന് മറ്റൊരാളോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കേണ്ട കാര്യങ്ങൾ പോലും സൗകര്യമെന്ന് പറഞ്ഞ് എളുപ്പമെന്നുള്ള രീതിയിൽ മൊബൈൽ ഫോണിലൂടെയാണ് കോൺവെർസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ ശിഥിലമാകുന്നുണ്ട്. വ്യക്തി അറിയുന്നില്ല. ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ, മുഖത്ത് നോക്കി അടുത്തിരുന്ന് സംസാരിക്കുവാൻ, ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ നീ തയ്യാറാകണം. അത് ഈ കുടുംബ ബന്ധങ്ങളിൽ 7 തലങ്ങളിലെ കുടുംബങ്ങളിലും അത് നീ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ കുടുംബ ബന്ധത്തിന് ഒരു ഊഷ്മളതയും ആ കുടുംബത്തിലൊരു സൗന്ദര്യവും ആ സ്നേഹവും ഊർജവും ഒക്കെ അനുഭവിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉള്ളു തുറന്ന് സംസാരിക്കാനായിട്ട് കഴിയണം. മീഡിയേറ്റർ വെച്ചല്ല സംസാരിക്കേണ്ടത്. നിൻ്റെ ഇഷ്ടങ്ങൾ ഒരു വ്യക്തിയോട് പറയണമെന്നുണ്ടെങ്കിൽ നീ അത് മീഡിയേറ്ററിൻ്റെ സഹായം തേടരുത്. കാരണം ഒരുപക്ഷെ അതൊരു മൊബൈൽ ഫോണാകാം മീഡിയേറ്റർ, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാകാം മീഡിയേറ്റർ. അതെല്ലാം മീഡിയേറ്റർ ഇല്ലാതെ നേർക്ക് നേർ സ്നേഹത്തോടെ സംസാരിക്കാനായിട്ടുള്ള ഒരു ഇടം നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിൻ്റെ വ്യക്തിത്വത്തെ അത് അനുഗ്രഹമാക്കി മാറ്റും. മറ്റൊന്ന്, ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയണം. ഉള്ളു തുറന്ന് സംസാരിക്കണം. സംഭാഷണത്തിൽ ചിലതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അകൽച്ചയുടെ മതിൽക്കെട്ടുകൾ വെച്ചുകൊണ്ട് അകൽച്ചയുടെ മതിൽക്കെട്ടുകൾ നിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചുകൊണ്ട് നീ സംസാരിക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ അനുഗ്രഹമാവുകയില്ല. രണ്ടാമത്, സ്നേഹചുംബനം നൽകാനായിട്ട് കഴിയണം. കാരണം നിനക്ക് വ്യക്തിബന്ധങ്ങളെ ഊർജ്ജസ്വലമാക്കും സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ. കാരണം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ പറ്റാത്തത് സ്നേഹചുംബനത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് പറ്റും. കാരണം സ്നേഹചുംബനം വചനത്തിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്നേഹചുംബനം നൽകുന്നുവെന്ന്. പൗലോസ് തൻ്റെ സഭയിലെ വിശ്വാസികളോടൊക്കെ വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹചുംബനം നടത്തുക. കാരണം ആ ബന്ധം ഊഷ്മളമായിട്ട് മാറും. ഇന്ന് വ്യക്തികൾ ഇത് ചെയ്യാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുമ്പോൾ, അപ്പന് സ്നേഹത്തോടെ തൻ്റെ മകനെ ചുംബിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് തൻ്റെ സ്നേഹത്തോടെ തൻ്റെ മകളെ ഒന്ന് ചുംബിക്കാൻ കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ഇന്നെന്താണ്, ചുംബിക്കുവാനായിട്ട് സ്നേഹത്തോടെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ചുംബനങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ട് പുറമേ ഇത് തിരയുന്നവരായിട്ട് മാറുകയാണ് വ്യക്തികൾ.
കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് നഷ്ടപ്പെടുമ്പോൾ വ്യക്തികൾ തെറ്റായ വഴികളിൽ ചെന്ന് വീണ് തകർക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. മൂന്നാമത്, അഭിനന്ദിക്കാനായിട്ട് കഴിയണം. കുടുംബങ്ങൾ അനുഗ്രഹമാകണമെങ്കിൽ പരസ്പരം അഭിനന്ദിക്കുന്നവരാകണം, പ്രോത്സാഹിപ്പിക്കുന്നവരാകണം. എല്ലാ വ്യക്തികളിലും നന്മകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് നന്ദി പറയാനായിട്ട് കഴിയണം. ചെറിയ കാര്യമായിരിക്കാം, ഒരു ചെറിയ കാര്യം പോലും അത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം നിറയും, അവിടെ വ്യക്തിബന്ധങ്ങൾ ദൃഢപ്പെടും, ഐക്യം സംഭവിക്കും. ഇന്ന് പലപ്പോഴും ഈ അടുപ്പം കുറയുവാനായിട്ടുള്ള ഒരു കാരണം നമ്മൾ അഭിനന്ദനത്തേക്കാൾ കുറ്റപ്പെടുത്തലുകളും പരാതികളുമാണ് പറയുന്നത്. എന്തിനേറെ, ഒരു ഭക്ഷണം നമ്മുടെ മുമ്പേ വിളമ്പുമ്പോൾ ആ ഭക്ഷണം അത് പാചകം ചെയ്തവരോട് സ്നേഹത്തോടെ നമുക്ക് സംസാരിക്കാൻ കഴിയാതെ, അഭിനന്ദനം കൊടുക്കാതെ പരാതികൾ പറഞ്ഞ് ആ ഭക്ഷണം എടുക്കുമ്പോൾ ബന്ധങ്ങൾ അകലും, വ്യക്തികളുടെ ഹൃദയങ്ങൾ തമ്മിൽ അകലുമെന്ന് തിരിച്ചറിയണം. നമ്മുടെ മുമ്പിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയോടും നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയണം. ഒരുപക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടായിരിക്കാം ചെയ്യുന്നത്, അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് ചെയ്തതുകൊണ്ട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവന് വേതനം കൊടുത്തിട്ടുണ്ട്, എൻ്റെ പൈസ അവന് കൊടുത്തു, അതോടെ ആ ബന്ധം തീർന്നു എന്ന് കരുതുമ്പോൾ പ്രിയമുള്ളവരെ, വ്യക്തിബന്ധങ്ങൾ അനുഗ്രഹമാവുകയില്ല, വ്യക്തിത്വത്തിന് വളർച്ചയുണ്ടാവുകയില്ല. കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ കുടുംബത്തിലെല്ലാവരോടും അഭിനന്ദനത്തിൻ്റെ, നന്ദിയുടെ വാക്കുകൾ പറയുവാനായിട്ട് സാധിക്കണം. നാലാമത്, ഭാവി പരിപാടികൾ ഒരുമിച്ച് ആസൂത്രണം ചെയ്യണം. കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ചല്ല മറ്റുള്ളവരെ വാർത്തെടുക്കേണ്ടത്. ഒരുമിച്ചാണ് ഭവനം പണിയുന്നത്. ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് അവരുടേതായിട്ടുള്ള പദ്ധതികളല്ല പൂർത്തീകരിക്കപ്പെടേണ്ടത്, മറിച്ച് ഒരുമിച്ച് പണിയുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഒരു ദേവാലയം പണി ചെയ്യുകയാണ്. ദേവാലയത്തിൻ്റെ പണി നടക്കുമ്പോൾ വ്യത്യസ്ത ജോലികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഒരുവൻ ചാന്ത് കുഴയ്ക്കുന്നു, അവൻ സിമെൻറ്റ് കുഴച്ച് അവൻ അവിടെ കൊടുക്കുന്നു. വേറൊരുവൻ കട്ടകൾ ചുമന്ന് ദേവാലയത്തിൻ്റെ മുമ്പിൽ കൊണ്ട് അവിടെ ദേവാലയം കെട്ടുവാനായിട്ട് എത്തിക്കുന്നു. ഒരുവൻ വെള്ളം കോരിയെടുത്തുകൊണ്ട് വെള്ളം കൊണ്ടെത്തിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജോലികൾ. ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു കത്തീഡ്രൽ മനസ്സിലുണ്ട്. കാരണം ഒരുമിച്ച് ഓരോ ജോലി ചെയ്യുമ്പോഴും അവർ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടെന്താണ്, അത് പെട്ടെന്ന് മനോഹരമായി തീരും. വ്യത്യസ്തങ്ങളായി ഓരോരുത്തരും സ്വന്തം ഇഷ്ടമെന്നുള്ള മനോഭാവത്തോടെ ജോലി ചെയ്താൽ അവിടെ ആ പ്രയത്നത്തിന് വിരസതയുണ്ടാകും, അധ്വാനം ഒരു ക്ഷീണമായിട്ട് മാറും. കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഭാവി പരിപാടികൾ ഒരുമിച്ച് ചെയ്യണം. കാരണം ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തേണ്ടതാണ് കുടുംബം. മറ്റൊന്ന്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കുടുംബം അനുഗ്രഹമാകുന്നത്. പ്രിയമുള്ളവരെ, വ്യക്തിബന്ധങ്ങൾ കൂടുതൽ, സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണെന്ന് നമുക്കറിയാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം സ്നേഹത്തോടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുവാനും അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുവാനുമൊക്കെ കുടുംബ ബന്ധത്തിൽ ഒരു ഇടമുണ്ടെങ്കിൽ വ്യക്തികളുടെ ബന്ധത്തിൽ ആഴം ഉണ്ടാകും, സ്നേഹമുണ്ടാകും, കരുതാനായിട്ടുള്ള മനസ്സുണ്ടാകും. അതല്ലെങ്കിൽ അകൽച്ചകൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. വെറുപ്പിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മയുടെ ആ വികാരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപപ്പെടുവാനായിട്ട് ഈ ഒരു കാര്യം നമ്മൾ നിഷേധിക്കുമ്പോൾ കാരണമാകും. തിരക്കുകളുടെ ലോകമാണ്, നമുക്കറിയാം. ഓരോരുത്തരും ഭവനത്തിലുള്ള പലരും പല രീതിയിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. പക്ഷേ വല്ലപ്പോഴുമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് നിൻ്റെ തൊഴിൽ സ്ഥാപനത്തിൽ തന്നെയാകും. തൊഴിൽ സ്ഥാപനമാകുന്ന ഒരു കുടുംബത്തിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ഒരിടം, അല്ലെങ്കിൽ ഒരുമിച്ച് സൗഹൃദം പങ്കിടുവാനായിട്ടുള്ള ഒരു ഇടമുണ്ടാകുമ്പോൾ ആ കുടുംബം ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ നിൻ്റെ അപ്പൻ്റെ കുടുംബം, കാരണം വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരു കുടുംബ കൂട്ടായ്മയിലൂടെ ഒന്നിച്ചു ചേരാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ അനുഗ്രഹമായിട്ട് മാറുകയാണ്. കേരള വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ, ഇടവക സമൂഹം വല്ലപ്പോഴും ഒന്ന് ഒരുമിച്ച് കൂടുമ്പോൾ അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. അതിൽ നിന്ന് നീ മാറി നടക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ബന്ധം നിനക്ക് നഷ്ടപ്പെടും. ഒരു ഇടവകയിൽ ഒരു തിരുനാൾ ദിനം, അത് ഒരു കുടുംബത്തിൻ്റെ ആഘോഷമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഇടവകയുടെ തിരുനാൾ ദിനത്തിൽ നിനക്ക് പങ്കുചേരുവാനും അവിടുത്തെ നേർച്ച സദ്യയിൽ പങ്കെടുക്കുവാനും ആ കുടുംബവുമായിട്ട് ഐക്യപ്പെട്ട് നിൽക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ നിൻ്റെ വ്യക്തിത്വം അനുഗ്രഹമായിട്ട് മാറും, ഒരു അഭിഷേകമായിട്ട് മാറും. അതല്ലാതെ ഇതെനിക്ക് ബാധിക്കുന്നതല്ല, എനിക്കെൻ്റെ തിരക്കുകളുടെ ലോകമാണെന്ന് കരുതി നീ നിൻ്റെ സ്വകാര്യതയിൽ ഒതുങ്ങിക്കൂടി നിൻ്റെ സ്വാർത്ഥതയിൽ രൂപപ്പെടുത്തുന്ന ഒരു കുടുംബത്തിൽ നീ ചുരുങ്ങിപ്പോകുമ്പോൾ പ്രിയമുള്ളവരെ, നീ മുറിച്ചു മാറ്റിയ ഈ മറ്റു കുടുംബങ്ങളിൽ വന്ന തകർച്ച നിൻ്റെ കുടുംബത്തെയും തകർക്കും.
അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിനും ഒറ്റയ്ക്ക് നിലനിൽക്കാനായിട്ട് പറ്റുകയില്ല. ബന്ധങ്ങളുടെ കുടുംബമാണ്. കാരണം ഈ 7 ബന്ധങ്ങളുണ്ട്. കുടുംബത്തിലെ 7 ബന്ധങ്ങളെ വളരെ ഗൗരവമായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, പരസ്പരം അനുകമ്പ ഉണ്ടായിരിക്കണം. കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ അനുകമ്പയുണ്ടാകണം. നീ ആയിരിക്കുന്ന കുടുംബത്തോട് നിനക്ക് അനുകമ്പയുണ്ടോ? നീ ആയിരിക്കുന്ന സഭ കുടുംബത്തോട് നിനക്ക് അനുകമ്പ പുലർത്താൻ കഴിയുന്നുണ്ടോ? നീ ആയിരിക്കുന്ന ഇടവക കുടുംബത്തോട് നിനക്ക് അനുകമ്പയുണ്ടോ? നീ ആയിരിക്കുന്ന തൊഴിൽ സ്ഥാപനത്തിലെ ആ ഒരു കുടുംബത്തോട് നിനക്ക് അനുകമ്പയുണ്ടോ? ആഗോള സഭയോട്, നീ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹത്തോട് നിനക്ക് അനുകമ്പയുണ്ടായിരിക്കണം. അപ്പോഴാണ് വ്യക്തിയുടെ ജീവിതം അനുഗ്രഹമാകുന്നത്, ആ വ്യക്തി ഉൾക്കൊള്ളുന്ന കുടുംബവും അനുഗ്രഹമാകുന്നത്. മറ്റൊന്ന്, സംശയങ്ങൾ പറഞ്ഞു തീർക്കുവാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകണം. കലഹങ്ങൾ വച്ചുകൊണ്ടിരിക്കാതെ, കലഹങ്ങൾ വർദ്ധിപ്പിക്കാതെ, ചില സംശയങ്ങൾ തുടങ്ങുമ്പോൾ, ചില തെറ്റിദ്ധാരണകൾ തുടങ്ങുമ്പോൾ അത് ആദ്യമേ തന്നെ ആ ദിവസം തന്നെ പറഞ്ഞു തീർക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. ചിലത് ഉള്ളിൽ ഒളിപ്പിച്ച് ദീർഘനാൾ സഞ്ചരിക്കാമെന്ന് കരുതുമ്പോഴാണ് പ്രിയമുള്ളവരെ വ്യക്തിക്ക് തളർച്ചയും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്, കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ കടന്നു വരുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, നീ ആയിരിക്കുന്ന 7 തലങ്ങളിലെ കുടുംബം, കാരണം നീ ഒരു അംഗമാണ് ഈ 7 തലങ്ങളിൽ. നിൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ നീ ഒരു അംഗമാണ്. നിൻ്റെ അമ്മയുടെ കുടുംബത്തിൽ നീ ഒരു അംഗമാണ്. നീ തിരഞ്ഞെടുത്ത ദൈവവിളിയിൽ നീ ഒരു അംഗമാണ്. നീ ആയിരിക്കുന്ന ശുശ്രൂഷാ മേഖലകൾ, തൊഴിൽ മേഖലകളിൽ ആ കുടുംബത്തിൽ നീ ഒരു അംഗമാണ്. നിൻ്റെ ഇടവകയാകുന്ന കുടുംബത്തിൽ നീ ഒരു അംഗമാണ്. കേരള സഭയാകുന്ന കുടുംബത്തിൽ നീ ഒരു അംഗമാണ്. ആഗോള സഭയാകുന്ന ആ കുടുംബത്തിൽ നീ ഒരു അംഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസ സമൂഹമാകുന്ന കുടുംബത്തിൽ നീ ഒരു അംഗമാണ്. അപ്പോൾ നിൻ്റെ കുടുംബത്തെ നീ ഗൗരവമായി ഏറ്റെടുക്കണം. നിൻ്റെ കുടുംബത്തെ നീ ഗൗരവമായിട്ട് ഏറ്റെടുക്കണം. നീ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും നീ നിൻ്റെ കുടുംബത്തിൻ്റെ തായ് വേര് അറുക്കുവാൻ നീ ശ്രമിച്ചാൽ നിൻ്റെ ജീവിതത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല. ഇന്ന് പലരുടെയും ജീവിതങ്ങൾ തകരുവാനായിട്ട് കാരണം എന്താണ്? ഈ വ്യക്തി ഉൾക്കൊള്ളുന്ന ആ കുടുംബത്തിൻ്റെ വിശുദ്ധിയും നന്മയും ആ സ്നേഹവും തിരിച്ചറിയാതെ അവൻ ആ കുടുംബത്തിനെതിരായിട്ട് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷെ വ്യക്തി അറിയുന്നില്ല. നീ നിൻ്റെ ഇടവകയാകുന്ന കുടുംബത്തിനെതിരെ നീ പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിൻ്റെ കുടുംബത്തെ നീ തകർക്കുകയാണ്. നിൻ്റെ തൊഴിൽ സ്ഥാപനത്തിൽ, അതൊരു കുടുംബമാണ്. ആ തൊഴിൽ സ്ഥാപനത്തിൽ വെറുപ്പും വിദ്വേഷവും കവർച്ചയും സ്വാർത്ഥതയും വെച്ചുകൊണ്ട് നീ നിലപാടെടുക്കുമ്പോൾ നീ ആ കുടുംബത്തെ തകർക്കുകയാണ്. ആ കുടുംബം തകർന്നാൽ മറ്റുള്ള എല്ലാ കുടുംബങ്ങളിലും ഇതിൻ്റെ ആഘാതം കടന്നു വരും. നമ്മൾ വിചാരിക്കും, എനിക്ക് എൻ്റേതായിട്ടുള്ള കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റേതായിട്ടുള്ള ഒരു കുടുംബം. ആ കുടുംബത്തെ നിലനിർത്താനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, ആ കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ മറ്റ് 6 തലങ്ങളിലുള്ള കുടുംബങ്ങളിൽ ഈ വ്യക്തി വിശ്വസ്തത പുലർത്തണം. പ്രിയമുള്ളവരെ, ഈ ദിനത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. കുടുംബം അനുഗ്രഹിക്കപ്പെട്ടാൽ വ്യക്തിയുടെ ജീവിതത്തിന് അനുഗ്രഹമുണ്ടാകും. ഒരു ചെറിയ ചുരുങ്ങിയ കുടുംബമല്ല വിശ്വാസ ജീവിതത്തിൽ. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കുടുംബം വിശാലമായി മാറുകയാണ്. നിനക്ക് ഈ 7 കുടുംബങ്ങളിലും നിനക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടെന്ന് തിരിച്ചറിയുക. അവയോട് ദൈവം ആഗ്രഹിക്കുന്ന നിലപാടുകൾ എടുക്കുന്നവരാകാൻ തയ്യാറാവുക. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ, പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ. 7 തലങ്ങളിലുള്ള കുടുംബങ്ങളെ ഞങ്ങൾ ഈ തിരുവചനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി. ഈ 7 തലങ്ങളിലും ഞങ്ങൾ ആയിരിക്കേണ്ട തലത്തിൽ നിലനിൽക്കുവാനും ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ സ്നേഹത്തോടെ, വിശ്വസ്തയോടെ, കരുതലോടെ, ക്ഷമയോടെ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരിക്കലും ആർക്കും ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ നിലനിന്ന് കടന്നു പോകാനാവുകയില്ലെന്നുള്ള തിരിച്ചറിവോടെ കുടുംബത്തെ ഗൗരവമായി എടുത്ത് സ്നേഹവും സമാധാനവും സന്തോഷവും ഞങ്ങൾ കണ്ടെത്തേണ്ടത് ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിൽ തന്നെയാണെന്നുള്ള തിരിച്ചറിവോടെ കുടുംബത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.